കെ.എം. മാണിയെ എല്ലാ ദിവസവും യു.ഡി.എഫിലേക്ക് വിളിക്കാൻ കഴിയില്ലെന്ന് കെ.പി.സി.സി വൈസ് പ്രസിഡന്റ് വി.ഡി. സതീശൻ. കോൺഗ്രസ് ആത്മാഭിമാനമുള്ള പാർട്ടിയാണ്. ചെങ്ങന്നൂരിൽ മാണി ഗ്രൂപ്പ് യു.ഡി.എഫിനൊപ്പം നിന്നാൽ വളരെ നല്ലതെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ഞങ്ങൾ അദ്ദേഹത്തെ പുറത്താക്കിയതല്ലോ, അദ്ദേഹം പുറത്തു പോയതാണ്. അദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാം എന്ന അഭിപ്രായം പറഞ്ഞു. ഞങ്ങളൊരു കാരണവശാലും അദ്ദേഹത്തെ പുറത്താക്കിയതല്ല. ഞങ്ങൾ ആ കാര്യത്തിലൊക്കെ വ്യക്തമായ നിലപാട്, വ്യക്തിപരമായ അല്ലാതെയൊക്കെയാണ് നിലപാട്. പക്ഷേ സംഘടന എടുത്തിരിക്കുന്ന തീരുമാനം, കെ.പി.സി.സിയും യു.ഡി.എഫ് എടുത്തിരിക്കുന്ന തീരുമാനം മാണി സാറിന് എപ്പോഴും വരാം എന്നുള്ളതാണ്. അതല്ല അത് എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും രാവിലെ മാണി സാറിനെ ഇങ്ങോട്ട് ക്ഷണിക്കൂ, മാണി സാർ ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞ് നിൽക്കാൻ നമുക്ക് കഴിയില്ല. ഞങ്ങളും ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു മുന്നണിയൊക്കെയാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ആത്മാഭിമാനങ്ങളും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രവർത്തകരുടെയും പാർട്ടി നേതാക്കന്മാരുടെയും പൂർണ്ണമായ സമ്മർദ്ദം യു.ഡി.എഫിനോട് ചേർന്ന് നിൽക്കുന്നതിന് തന്നെയാണ്. എന്തായാലും ചെങ്ങന്നൂരിലെ അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രവർത്തകരും ജനപ്രതിനിധികളും, പല സ്ഥലത്തും ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ കേരള കോൺഗ്രസിന് ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ ഞങ്ങളെ കൂടെ ഉണ്ട്. പല സ്ഥലത്തും പരസ്യമായി വന്നിട്ടുണ്ട്. കാരണം അവർക്കൊക്കെ കോൺഗ്രസുമായിട്ടാണ് ബന്ധം, വളരെ ആഴത്തിലുള്ള ബന്ധം കോൺഗ്രസും കേരള കോൺഗ്രസ് അണികളും തമ്മിലുണ്ട്. അതുകൊണ്ട് മാണി സാറുമോട് അടുപ്പം പുലർത്തുന്ന ആളുകൾ ഒരു 95% പേരും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക്. ജോസ് കെ മാണി ഇന്നലെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലൊക്കെ ആവശ്യപ്പെട്ടത് യു.ഡി.എഫുമായ ഒരു ബന്ധം ഇനിയും മുന്നോട്ട് പോകണ്ട, പഴയ വഞ്ചന ഇനി ആവർത്തിക്കും എന്നൊക്കെയാണ്. അതൊക്കെ അവരുടെ ആഭ്യന്തരമായ കാര്യങ്ങളാണ്. നമുക്ക് പുറത്തു വരുന്ന വാർത്തകളല്ലാതെ നമുക്കൊന്നും അറിയില്ല. നമുക്കിവിടെ ഫീൽ ചെയ്ത്, ഞങ്ങളിവിടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഞങ്ങൾക്ക് യു.ഡി.എഫിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾക്ക് ഫീൽ ചെയ്തത് അവരുടെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഫീഡ്ബാക്കാണ് നമുക്ക് കിട്ടിയത്, പ്രത്യേകിച്ച് അവരുടെ പ്രവർത്തകരുടെ ഭാഗം. വരണം എന്നൊരു കോൾ തന്നെയാണ് നമ്മളിപ്പോഴും. അല്ല, നമ്മളത് എപ്പോഴും ആവർത്തിക്കേണ്ട ആവശ്യമില്ല. അത് ആവർത്തിച്ച് അത് ഒരു വിരസത ഉണ്ടാക്കുന്ന ഒന്നായി മാറി. ഇനി അവർ തീരുമാനിക്കട്ടെ. ഈ RSSുമായി എം.എസ്. അനീഷ് കുമാർ ചേരുന്നു വിവരങ്ങളുമായി. അനീഷ്, ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ ഒരു ഭിന്നതയിലേക്ക് എത്തി നിൽക്കുകയാണ് കേരള കോൺഗ്രസ്. അതിന് തൊട്ടു പിന്നാലെയാണ് വി.ഡി. സതീശന്റെ ഈ അഭിപ്രായം കൂടി വരുന്നത്. കോൺഗ്രസിന്റെ ഒരു പൊതുവികാരമായി ഇതിനെ കാണണോ, അതോ വി.ഡി. സതീശന്റെ വ്യക്തിപരമായ അഭിപ്രായമായി കണ്ടാൽ മതിയോ? രേണുക, വ്യക്തിപരമായ അഭിപ്രായമായാണ് നമുക്കിതിനെ വിലയിരുത്താൻ കഴിയുക. കാരണം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കമുള്ള സീനിയർ നേതാക്കൾ എല്ലാ ദിവസവും മാണി സാർ മുന്നണിയിലേക്ക് വരണം, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും മുന്നണിയിലേക്ക് വരണം എന്ന ആവശ്യം നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് എല്ലാ ദിവസവും കേരള കോൺഗ്രസിനെ മുന്നണിയിലേക്ക് ക്ഷണിക്കാൻ കഴിയുമോ, ഒരു ആത്മാഭിമാനമുള്ള പാർട്ടിയല്ലേ കോൺഗ്രസ് എന്ന മറുചോദ്യം വി.ഡി. സതീശൻ ഉന്നയിക്കുന്നത്. നേരത്തെ നമുക്കറിയാം, മാണിയുമായി ബന്ധപ്പെട്ട് മാണിക്കെതിരായ കോഴ ആരോപണം ഉയർന്ന ഘട്ടത്തിലൊക്കെയും ഭിന്നമായ ഒരു നിലപാട് എടുത്തയാളാണ് വി.ഡി. സതീശൻ അടക്കം ഉള്ള ആളുകൾ. അത്തരത്തിലൊരു നിലപാടുകളുടെ ഒരു തുടർച്ചയായി വേണം ഇതിനെ വ്യാഖ്യാനിക്കാൻ. കാരണം നിരന്തരം പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമൊക്കെ കെ മാണിയെ മുന്നണിയിലേക്ക് നയിക്കുന്നു. ഒപ്പം മറ്റൊരു പ്രസ്താവന കൂടി വി.ഡി. സതീശൻ നടത്തിയിരിക്കുന്നത്, കെ മാണി എന്ത് തീരുമാനം എടുത്താലും ആത്യന്തികമായി കേരള കോൺഗ്രസ് പ്രവർത്തകർ അല്ലെങ്കിൽ നേതാക്കൾ യു.ഡി.എഫിനൊപ്പം ഉണ്ടാകും എന്നാണ്. ഇപ്പോൾ തന്നെ നിലവിൽ യു.ഡി.എഫിൻ്റെ പ്രവർത്തനങ്ങളിൽ, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം സഹകരിച്ചു തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ അവർ പ്രവർത്തിക്കുന്നു. അത് അക്ഷരാർത്ഥത്തിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് ഒരു വെല്ലുവിളിയായി മാറുന്ന പ്രസ്താവന കൂടിയാണ്. കാരണം തങ്ങളുടെ നിലപാടുകൾ പ്രഖ്യാപിച്ചിട്ടില്ല, ഉപസമിതി ചേർന്ന ഒരു തീരുമാനം എടുത്ത ശേഷം നിലപാടുകൾ പ്രഖ്യാപിക്കും. അതിനുശേഷമാവും ഈ തെരഞ്ഞെടുപ്പിൽ മാണി ഗ്രൂപ്പിൻ്റെ പ്രവർത്തകർ, നേതാക്കൾ ഏതെങ്കിലും ഒരു മുന്നണിക്കൊപ്പം ചേർന്ന് സഹകരിക്കുള്ളൂ എന്ന് വ്യക്തമാക്കുമ്പോൾ തന്നെയാണ് സതീശൻ പറയുന്നത്, മാണി ഗ്രൂപ്പ് പ്രവർത്തകർ ഇപ്പോൾ തന്നെ തങ്ങളോടൊപ്പം ചേർന്ന്, അതായത് കെ മാണിയുടെ തീരുമാനം എന്തു തന്നെയായാലും യു.ഡി.എഫിനോട് അനുഭാവമുള്ള മാണി ഗ്രൂപ്പ് അണികൾ യു.ഡി.എഫിൽ തന്നെ ഉറച്ചു നിൽക്കും എന്ന സൂചനകൾ തന്നെ, അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രസ്താവനയാണ് ഇപ്പോൾ വി.ഡി. സതീശന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. രേണുക, അനീഷ്, LDFിലേക്ക് പോകണം എന്ന് ഉള്ള ഒരു നിർബന്ധം അല്ലെങ്കിൽ ആ ഒരു ചായ്വ് കുറെ നാളായി കേരള കോൺഗ്രസിൽ ഉണ്ട്. മാണിക്കും ഒപ്പം തന്നെ ജോസ് കെ മാണിക്കും ആ ഒരു താല്പര്യമുണ്ട്. എന്നാൽ ആ ഒരു തീരുമാനം പ്രഖ്യാപിക്കാൻ കഴിയാത്ത പല സാഹചര്യങ്ങൾ, ഭിന്നതയിലേക്ക് ഒരുപക്ഷെ പാർട്ടി ഏതെങ്കിലും തരത്തിലുള്ള പരസ്യ തീരുമാനമെടുത്താൽ പോകുന്ന ഒരു സാഹചര്യം ഒക്കെ നിലനിൽക്കുമ്പോഴാണ് വി.ഡി. സതീശൻ ഈ അഭിപ്രായം പറയുന്നത്. എന്നും പുറകെ പോയി വിളിക്കേണ്ടതില്ല എന്ന തരത്തിലൊരു അഭിപ്രായം പറയുന്നത്. ഇതിന് പാർട്ടിയിൽ പുതുതലമുറയുടെയെങ്കിലും കൂടുതൽ പിന്തുണ ലഭിക്കാനുള്ള ഒരു സാധ്യത എത്രമാത്രമുണ്ട്? തീർച്ചയായും കെ.എം. മാണിക്കെതിരായ പോരാട്ടത്തിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ. കെ.എം. മാണിയെ എല്ലാ ദിവസവും യു.ഡി.എഫിലേക്ക് വിളിക്കാൻ കഴിയില്ല എന്നാണ് കെ.പി.സി.സി വൈസ് പ്രസിഡന്റ് വി.ഡി. സതീശൻ പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസ്
കോൺഗ്രസ് ആത്മാഭിമാനമുള്ള പാർട്ടിയാണ്. ചെങ്ങന്നൂരിൽ മാണി ഗ്രൂപ്പ് UDF-നൊപ്പം നിന്നാൽ അത് വളരെ നല്ലതാകുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഇന്നലെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ചെങ്ങന്നൂരിൽ എന്ത് തീരുമാനമെടുക്കണം, എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനം പോലും എടുക്കാൻ കേരള കോൺഗ്രസിന് കഴിഞ്ഞില്ല. ഈ ഒരു സാഹചര്യത്തിലാണ്, അതിന് തൊട്ടു പിന്നാലെയാണ് വി ഡി സതീശന്റെ ഈ അഭിപ്രായം എന്നതുകൂടി ശ്രദ്ധേയമാണ്. എന്നാൽ ഉമ്മൻചാണ്ടി ഉൾപ്പെടെ, രമേശ് ചെന്നിത്തല, VM സുധീരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പരസ്യമായി തന്നെ മാണി UDF-നൊപ്പം നിൽക്കണം എന്ന അഭിപ്രായം ആവർത്തിച്ച് പറയുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് M ലിജു നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ. ശ്രീ ലിജു, വി ഡി സതീശന്റെ അഭിപ്രായം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുമല്ലോ. മാണിയെ എല്ലാ ദിവസവും UDF-ലേക്ക് വിളിക്കാൻ കഴിയില്ല, ആത്മാഭിമാനമുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് താങ്കൾ അദ്ദേഹത്തിന്റെ ഈ നിലപാടിനെ കാണുന്നത്? വ്യക്തിപരമായ അഭിപ്രായമായി കാണണോ, അതോ അതിനോടൊപ്പം നിൽക്കുന്ന, അല്ലെങ്കിൽ ആ അഭിപ്രായത്തിനോടൊപ്പം നിൽക്കുന്ന ഒരുപാട് പേർ കോൺഗ്രസിലുണ്ടോ? എന്നും വിളിക്കേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹം പറഞ്ഞതിനകത്ത് തെറ്റൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞതെന്നാണ്, ഞങ്ങൾ UDF നേതാക്കന്മാർ ഭവാനിനെ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പലതവണ ഇപ്പോൾ UDF-ലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും വിളിക്കേണ്ട കാര്യം ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ക്ഷണം നിലനിൽക്കുന്നുണ്ടല്ലോ. ടെലിഫോൺ ലൈനിൽ പ്രശ്നങ്ങളുണ്ട്. അനീഷ്, ഇപ്പോൾ ലിജു അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്, ഇങ്ങനെ ഒരു താല്പര്യം പറഞ്ഞിട്ടുണ്ട്, എല്ലാ ദിവസവും വിളിക്കേണ്ട കാര്യമില്ല, അത് അദ്ദേഹം പറഞ്ഞു എന്ന നിലയിലേക്ക് അതിനെ ആ രീതിയിൽ അതിനെ കാണാൻ ശ്രമിക്കുകയായിരുന്നു M ലിജു. ടെലിഫോൺ ലൈനിലെ പ്രശ്നങ്ങൾ കൊണ്ടാണ് നമുക്കത് പൂർത്തീകരിക്കാൻ കഴിയാതെ പോയത്. അങ്ങനെ കണ്ടാൽ മതിയോ, അതോ ദിവസവും ഈ നേതാക്കൾ മാണിക്ക് പുറകെ മാണി UDF-ലേക്ക് വരണം എന്ന് പറയുന്നതിലുള്ള ഒരു അതൃപ്തി, അത് ചെറിയതായെങ്കിലും സൂചിപ്പിക്കുകയാണോ വി ഡി സതീശൻ ഇന്നത്തെ വാക്കുകളിലൂടെ ചെയ്തിരിക്കുന്നത്? സതീശൻ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായി പറയാൻ കഴിയില്ല എങ്കിലും നേരത്തെയും മാണിയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉയർന്ന സാഹചര്യത്തിലൊക്കെ വ്യംഗ്യമായും പരസ്യമായും മാണിക്കെതിരെ നിലപാടുകൾ പ്രഖ്യാപിച്ചത് അദ്ദേഹത്തിന് എതിരായ അഴിമതി ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ കൃത്യമായ അഭിപ്രായം പറഞ്ഞ ഒരു നേതാവാണ് വി ഡി സതീശൻ. അദ്ദേഹം ഇപ്പോൾ പറയുന്നതിൽ ഉറപ്പായും ആവർത്തിച്ച് മാണിയെ ഇന്നും രാവിലെ ക്ഷണിക്കുന്നതിൽ അർത്ഥമില്ല. കോൺഗ്രസിനും ആത്മാഭിമാനം ഉണ്ട് എന്ന ഒരു വാക്ക് അദ്ദേഹം കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നു. UDF ഒരു മുന്നണിയാണ്, കോൺഗ്രസ് ഒരു പാർട്ടിയാണ്, ആ പാർട്ടിക്കും ഒരു ആത്മാഭിമാനം ഉണ്ട് എന്ന വാക്കുകൾ കൂടി അദ്ദേഹം പറയുമ്പോൾ കൃത്യമായും ആവർത്തിച്ചുണ്ടാവുന്ന നേതാക്കളുടെ ക്ഷണം. എന്നാൽ മാണിയുടെ ഭാഗത്തു നിന്നും അതിനൊന്നും അനുകൂലമായൊരു തീരുമാനം ഒരു ഘട്ടത്തിലും ഉണ്ടാവുന്നില്ല. ഇന്നലെ പോലും പാർട്ടി യോഗത്തിൽ കൃത്യമായ ഒരു ഭിന്നത ഉണ്ടായതുകൊണ്ട് മാത്രമാണ് മാണി ഒരുപക്ഷെ നിലപാട് തൻ്റെത് കൃത്യമായി പറയാതിരുന്നതും. ഈ വാക്കുകളെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ വി ഡി സതീശൻ കൃത്യമായ ഉന്നം വെച്ച് തന്നെയാണ് സംസാരിച്ചിരിക്കുന്നത്. കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കെ മാണിയെ എല്ലാ ദിവസവും UDF-ലേക്ക് വിളിക്കാൻ കഴിയില്ല എന്ന് KPCC വൈസ് പ്രസിഡന്റ് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് ആത്മാഭിമാനമുള്ള പാർട്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു.